യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. പ്രൈസ് ദി ലോർഡ്. ഷേമ ഇസ്രായേലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിശുദ്ധരായി തീരണമെന്ന് ആഗ്രഹിക്കുന്നവരാ നമ്മളൊക്കെ. വിശുദ്ധിയോടെ ജീവിക്കണമെന്നും വിശുദ്ധരുടെ സമൂഹത്തിൽ പേരെഴുതി ചേർക്കപ്പെടണമെന്നുമൊക്കെ ഒത്തിരിയേറെ നമ്മൾ ആഗ്രഹിക്കാറുണ്ടല്ലേ. പക്ഷേ വിശുദ്ധരായി ജീവിക്കാനുള്ള ഈ ശ്രമത്തിനിടയിൽ ഒത്തിരിയേറെ പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഈ പ്രലോഭനങ്ങളുടെ മുൻപിൽ തളർന്നുപോയി പ്രാർത്ഥനാ ജീവിതമൊക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥ വരെ എത്തുമ്പോൾ നമുക്ക് ബലമേകേണ്ടത് തിരുവചനമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് ഒന്ന് തിരിയാനാവണം. അവിടെ വിശുദ്ധ പൗലോസ്ലീഹായിലൂടെ ക്രിസ്തു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, എത്രയേറെ പ്രലോഭനങ്ങളുണ്ടാകുമ്പോഴും മുൻപോട്ട് നീങ്ങാൻ, വിശുദ്ധരായി തീരാൻ അവിടുത്തെ കൃപ മാത്രം മതിയെന്ന്. ഇന്നത്തെ തിരുവചന സന്ദേശം നമ്മെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. ദൈവം നമ്മോട് ഓരോരുത്തരോടും പറയുന്നുണ്ട്, നിനക്ക് എൻ്റെ കൃപ മതി. ഇന്ന് നമ്മോട് വചനം പങ്കുവയ്ക്കുന്നത് കാരിസ്മോൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ ബിജിൽ ചക്കിയത്താണ്. ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യത്തിലൂടെ വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യേശുവേ നന്ദി. എൻ്റെ പേര് ലിൻസി, സ്ഥലം രാമപുരം. ഞാൻ സൗദിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയായിരുന്നു. ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് നേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ പാസ്പോർട്ട് പുതിയതൊരെണ്ണം ഉണ്ടാക്കാൻ സാധിച്ചു. യേശുവേ സ്തോത്രം. യേശുവേ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഷേമ ഇസ്രായേലിൻ്റെ ഈ എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ പോകുന്ന വചനം 2 കോരിന്തോസ് 12 അധ്യായം 7 മുതലുള്ള തിരുവചനങ്ങൾ. 2 കോരിന്തോസ് 12 അധ്യായം അതിൻ്റെ 7 മുതലുള്ള വചനങ്ങൾ. വചനം ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിൻ്റെ ദൂതൻ. അതെന്നെ വിട്ടകലാൻ വേണ്ടി 3 പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളെക്കുറിച്ച് പ്രശംസിക്കും. പ്രൈസ് ദി ലോർഡ്. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ വായിച്ചു കേട്ട ഈ തിരുവചനം പരിശുദ്ധാത്മാവ് നമ്മളോടിന്ന് വലിയൊരു സന്ദേശം പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് നൽകിയത്. ഇവിടെ പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരവസ്ഥ പല തിയോളജിയൻസും ദൈവശാസ്ത്രജ്ഞന്മാരും വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളാണ് ഇതിന് നൽകിയിട്ടുള്ളത്.
പലരും പറഞ്ഞു ജഡത്തിൻ്റെ ഒരു ഇഷ്ടത്തെക്കുറിച്ച്, ശരീരത്തിലൊരു മുള്ളു, ഒരു സഹനത്തെക്കുറിച്ച്, ഒരു വേദനയെക്കുറിച്ച്, സുവിശേഷത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന സുവിശേഷവുമായി ജീവിതവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളെക്കുറിച്ച് ഒക്കെയാണെന്ന് പല ദൈവശാസ്ത്രജ്ഞന്മാരും എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, പൗലോസ്ലീഹ ഈ മുള്ളു മാറാൻ വേണ്ടി, ഈ ഒരു അവസ്ഥ മാറാൻ വേണ്ടി 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. അത് വളരെ കൃത്യമായിട്ട് വചനം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പൗലോസ്ലീഹ തന്നെ പറയുകയാണ്, അത് എന്നെ വിട്ടകലാൻ വേണ്ടി 3 പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. കാരണം പൗലോസ്ലീഹയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു താൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ അനുഭവത്തിൽ നിന്നും പുറത്തു വരിക എന്നുള്ളത്. ഒത്തിരിയേറെ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. നമ്മളും പലപ്പോഴും പറയാറുള്ള കാര്യമാണ്, അച്ചോ ഞാൻ ഒത്തിരിയായി പ്രാർത്ഥിക്കുന്നു, ഒത്തിരിയായി പള്ളിയിൽ പോകുന്നു, ഒത്തിരിയായി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു, ഒത്തിരി നിയോഗം വെച്ച് പല ധ്യാനങ്ങൾക്കും പോയിട്ടുണ്ട്, എന്നിട്ട് ഇതൊന്നും മാറിയിട്ടില്ല, ഇതിനൊരു പ്രശ്നത്തിനൊരു മാറ്റമുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് പരാതിപ്പെടുന്ന, ഭാരപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. പൗലോസ്ലീഹ ഒരുപക്ഷെ കർത്താവിനോട് അത്രമാത്രം ചേർന്നിരുന്നിട്ടും, മനസ്സിലാക്കണം, അതിന് തൊട്ടു മുമ്പുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ 11-ാം അധ്യായത്തിലാണ് അപ്പസ്തോലൻ്റെ സഹനമെന്ന തലക്കെട്ടിൽ പൗലോസ്ലീഹ ഏറ്റെടുത്ത, സുവിശേഷത്തിന് വേണ്ടി ഏറ്റെടുത്ത സഹനങ്ങൾ മുഴുവനും വിവരിച്ചിരിക്കുന്നത്. അടികൊണ്ടതും കാരാഗൃഹത്തിൽ കടന്നതും കപ്പലിൽ നിന്ന് എറിയപ്പെട്ടതുമായ ഒത്തിരിയേറെ സംഭവങ്ങൾ, സുവിശേഷത്തിന് വേണ്ടി എടുത്ത സഹനത്തെക്കുറിച്ച് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈശോയോട് അതുപോലെ, അവൻ്റെ സ്നേഹത്തിൽ അതുപോലെ, ആ സുവിശേഷത്തിന് വേണ്ടി അതുപോലെ ജീവിതത്തിൽ സഹനമെടുത്ത് കർത്താവിനെ ചേർത്ത് പിടിച്ച പൗലോസ്ലീഹ പറയുന്നത്, 3 പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചിട്ടും, 3 പ്രാവശ്യം ഈ മുള്ളൊന്ന് എടുത്തു മാറ്റാൻ പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ മുള്ളു മാറിയില്ല. പൗലോസ്ലീഹ അത്യധികമായിട്ട് ആഗ്രഹിച്ചു എന്നാണ് വചനം പറയുന്നത്, ഈ മുള്ളൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി. പക്ഷേ വചനം കൂട്ടിച്ചേർക്കുന്നു, എന്നാൽ കർത്താവ് അവിടുന്ന് എന്നോട് അരുളി ചെയ്തു. പൗലോസ്ലീഹയുടെ അടുത്ത് പറഞ്ഞു, പൗലോസ്ലീഹ തൻ്റെ മുള്ളു മാറാൻ, തൻ്റെ ഈ വേദന മാറാൻ, തൻ്റെ ഈ സഹനം മാറാൻ, തൻ്റെ ഈ രോഗം മാറാൻ, തൻ്റെ ഈ സാമ്പത്തിക പ്രശ്നം മാറാൻ, തൻ്റെ ഈ ജഡത്തിൻ്റെ ബലഹീനത മാറാൻ ഒക്കെ ആഗ്രഹിച്ചപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ വചനം പറയുന്നു, കർത്താവ് ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞു, നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, പൗലോസ്ലീഹ ആഗ്രഹിച്ചതല്ല ദൈവം പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ അനുവദിച്ചത്. പൗലോസ്ലീഹ ആഗ്രഹിച്ചത് തന്നെ തൻ്റെ ശരീരത്തിൻ്റെ ഈ മുള്ളൊന്ന് എടുത്തു മാറ്റണമേ എന്നാണ് പൗലോസ്ലീഹ ആഗ്രഹിച്ചത്. പക്ഷെ ദൈവം അനുവദിച്ചതോ? ദൈവം പറഞ്ഞു, നിനക്കെൻ്റെ കൃപ മതി, മുള്ളവിടെ ഇരുന്നോട്ടെ. കണ്ടോ, ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ചിലതൊക്കെ മാറാൻ നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചിട്ടും മാറാതെ നിൽക്കുമ്പോൾ നമ്മൾ ഭാരപ്പെടാറില്ലേ? പക്ഷെ നമ്മൾ ചിലതിനൊക്കെ വേണ്ടി ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ദൈവം നമുക്ക് വേണ്ടി അനുവദിക്കുന്നത് എന്താണെന്ന് കേൾക്കാനും കൂടി നമ്മൾ തയ്യാറാകണം. പൗലോസ്ലീഹ മുള്ളു മാറാൻ ആഗ്രഹിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, മുള്ളവിടെ ഇരിക്കട്ടെ, നിനക്കെൻ്റെ കൃപ മതി. കണ്ടോ, ഈ മുള്ളനുഭവത്തെ കൊണ്ടുപോകുവാനും ഏറ്റെടുക്കുവാനും സഹിക്കുവാനുള്ള ഒരു കൃപയാണ് ദൈവം അനുവദിച്ചത്. ആഗ്രഹിച്ചതൊന്ന്, ദൈവം അനുവദിച്ചത് മറ്റൊന്ന്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വചനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, മോശയെ കർത്താവ് തൻ്റെ ദൗത്യം ഏൽപ്പിക്കുക, ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് കൊണ്ടുവരാൻ. അപ്പോൾ മോശ പറഞ്ഞു, ഞാൻ വിക്കനാ. മോശ അത്ഭുതങ്ങൾ അടയാളം കണ്ട. മോശ പറഞ്ഞു, ഞാൻ വിക്കനാ. മോശ വിചാരിച്ചു കാണും, ഞാൻ വിക്കനാണെന്ന് പറയുമ്പോൾ കർത്താവ് തൻ്റെ വിക്കൊക്കെ മാറ്റിത്തരും, അല്ലെങ്കിൽ കർത്താവ് എന്നെ ഈ പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന്. വേറെ ആരെങ്കിലുമൊക്കെ പിടിച്ച് ഈ പരിപാടി തൻ്റെ ജനത്തെ മോചിപ്പിക്കാനുള്ള ദൈവത്തിൻ്റെ ദൗത്യത്തിൽ നിന്നും തനിക്ക് രക്ഷപ്പെടാമെന്ന് മോശ വിചാരിച്ചു. അതായിരുന്നു മോശയുടെ ആഗ്രഹവും. പക്ഷേ കർത്താവ് എന്നാ ചെയ്തേ? മോശ തൻ്റെ വിക്കുമാറാൻ ആഗ്രഹിച്ചപ്പോൾ, അല്ലെങ്കിൽ മോശ തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്നും സ്വയം പിന്മാറാനായിട്ട് ഹൃദയം കൊണ്ട് ഈ ദൗത്യം ഏറ്റെടുക്കാൻ വിസമ്മതിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, വിക്കവിടെ ഇരുന്നോട്ടെ, വിക്കില്ലാത്ത അഹ്റോനെ ഞാൻ നിന്റെ കൂടെ അയക്കാം. കണ്ടോ, മോശ ആഗ്രഹിച്ചതൊന്ന്, കർത്താവ് അനുവദിച്ചത് മറ്റൊന്ന്. കടന്നു പോകുമ്പോൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു നാമാനെ കുറിച്ച്. അവന് കുഷ്ഠം ബാധിച്ച് കടന്നു പോകുമ്പോൾ ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ടെന്ന് കേട്ടിട്ട് എലീശ പ്രവാചകന്റെ അടുത്തേക്ക് വരികയാണ്. ഇപ്പം നാമാന് ഭയങ്കര ആഗ്രഹം. നാമാൻ വിചാരിച്ച എന്നാണെന്നറിയാം. നാമാൻ വിചാരിച്ചു, ഓടി അങ്ങോട്ട് വരുമ്പോൾ തന്നെ പ്രവാചകൻ കൈ അങ്ങോട്ട് വീശിയിട്ട് കർത്താവിൻ്റെ നാമത്തിൽ നീ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പറയുന്നു വിചാരിച്ചു. കാരണം സൈനാധിപനാണല്ലോ.
അപ്പം അങ്ങനെ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഈ നാമം വരുന്നത്. എലീശ പ്രവാചകൻ എന്നാ ചെയ്തേ? വചനം എഴുതി വെച്ചിരിക്കുന്നു, പ്രവാചകൻ പുറത്തു പോയി കൈവീശാനോ കൈവയ്ക്കാനോ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാനോ ഒന്നും പോയില്ല. ദൂതൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടു, എന്നതാ? അതെ, പോകുന്ന വഴിക്ക് ജോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങിക്കുളിച്ച കംപ്ലീറ്റ് മാറിക്കോളും. നോക്കിക്കേ, നാമാൻ പെട്ടെന്ന് കുപിതനായില്ലേ? നാമാനത് അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഈ വചനഭാഗത്ത് അവതരിപ്പിക്കുന്നുണ്ട്. കാരണം നാമാൻ ആഗ്രഹിച്ചതൊന്ന്, പക്ഷേ ദൈവം സൗഖ്യം അനുവദിച്ച വഴി വേറൊന്നാ. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന വഴികളിലൂടെ ആയിരിക്കണമെന്നില്ല ചില കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി അനുവദിക്കുന്നത്. നമ്മൾ വിചാരിക്കുമോ, എൻ്റെ അപ്പനൊന്ന് സഹായിച്ചെങ്കിൽ, അമ്മയൊന്ന് സഹായിച്ചെങ്കിൽ, അല്ലെങ്കിൽ വീതം വെച്ചപ്പോൾ അതെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, എനിക്കിത് തന്നിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ. അവർ തരാത്തത് കൊണ്ട്, അവരിത് ചെയ്യാത്തത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ കിടക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഈ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറപ്പെടാതെ പോയത് കൊണ്ട് ദൈവം മറ്റു പല രീതിയിൽ നമ്മുടെ ആഗ്രഹങ്ങളെ അനുവദിക്കാം. അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. മറ്റു പലരിലൂടെ ദൈവത്തിന് നമ്മൾ അനുഗ്രഹിച്ചിട്ടില്ലേ? മറ്റു പല ജീവിതങ്ങളിലൂടെ ദൈവത്തിന് തൻ്റെ ആഗ്രഹങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിത്തരാൻ കഴിവില്ലേ? അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നതായിരിക്കണമെന്നില്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത്. ആ ഒരു കാര്യം നമ്മുടെ തലയ്ക്കകത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, മർത്തായും മറിയയും സ്വന്തം സഹോദരൻ രോഗബാധിതനാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആദ്യം ആളയക്കുന്നത് യേശുവിൻ്റെ അടുത്തേക്ക്. എന്തിനാ? യേശു വന്ന് തങ്ങളുടെ സഹോദരനെ സുഖപ്പെടുത്തണം. ഈ ഒരൊറ്റ ആഗ്രഹം കൊണ്ടാണ് മർത്തായും മറിയയും സ്വന്തം സഹോദരൻ ലാസർ രോഗിയാണെന്ന് കണ്ടപ്പോൾ തന്നെ യേശുവിൻ്റെ അടുത്തേക്ക് ആളയക്കുന്നത്. എന്തിനാ? യേശു വന്ന് തൻ്റെ സഹോദരൻ ലാസറിനെ സുഖപ്പെടുത്തണം. ഇതാണ് അവരുടെ ആഗ്രഹം കേട്ടോ. അപ്പൊ സൗഖ്യമാണ് ലാസറിന്റെ സഹോദരിമാർ ലാസറിന് വേണ്ടി ആഗ്രഹിച്ചത്. ദൈവം അനുവദിച്ചതോ? മരിക്കാൻ അനുവദിച്ചു. എന്നിട്ട് യേശുക്രിസ്തു വന്നിട്ട് ഒരു പുനരുത്ഥാനത്തിലേക്ക് ലാസറിനെ നയിക്കുക. അപ്പൊ മർത്തായും മറിയയും ആഗ്രഹിച്ചതല്ല, സ്വന്തം സഹോദരന് വേണ്ടി ആഗ്രഹിച്ചതല്ല ദൈവം അനുവദിച്ചത്. അതിനപ്പുറമായ കാര്യങ്ങൾ കർത്താവിൻ്റെ വഴികളിലൂടെയാണ് കർത്താവ് അനുവദിച്ചത്. ഇത് മനസ്സിലാക്കാനുള്ള ജ്ഞാനമാണ് നമുക്കിന്ന് വേണ്ടത്. നമ്മൾ ആഗ്രഹിക്കുന്ന വഴികളിലൂടെ ആയിരിക്കണമെന്നില്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത്. ചിലപ്പോഴൊക്കെ ദൈവം നമ്മുടെ ചില ആഗ്രഹങ്ങളെ അനുവദിക്കുന്നില്ലെങ്കിൽ അത് തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്നും ദൈവാഗ്രഹമാണെന്നും ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നും അത് മനസ്സിലാക്കാനും അതിന് വിധേയപ്പെടാനും നമുക്ക് പറ്റണം. അല്ലാതെ നമ്മൾ എപ്പോഴും പരാതി പറഞ്ഞ് എനിക്കിത് കിട്ടിയില്ലല്ലോ, എനിക്കത് കിട്ടിയില്ലല്ലോ എന്നൊക്കെ പരാതി പറഞ്ഞ് നമുക്ക് പോകാൻ പറ്റില്ല. കാരണം ദൈവം പലപ്പോഴും പ്രവർത്തിക്കുന്ന വഴികളും രീതികളും വ്യത്യസ്തമാണ്. കാരിസ്മയിൽ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, കുറേ നാളുകൾ ഇവിടെ കഴിഞ്ഞ 1-2 വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു സഹോദരിയുണ്ട്. ജീവിത പങ്കാളി മരിച്ചു പോയതാണ്. 3 പെൺമക്കളാണ്. ഇവരെ 3 പേരെ നഴ്സിങ്ങിന് വിട്ടു. 3 പേരും BSc നഴ്സിംഗ് ഒക്കെ പാസ്സായി. പലരും പലയിടത്ത് ജോലിക്കായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഇവർ പഠിക്കാനായിട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സമയത്ത് ഒരു 10-60 സെൻറ്റ് സ്ഥലവും വീടും കൂടി ആയിരുന്നു ഇവർ. അപ്പോൾ ഈ സഹോദരി വിചാരിച്ചു, ഇതും കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഇത് വിറ്റിട്ടാണെങ്കിൽ മക്കളെ പഠിപ്പിക്കാം. കാരണം ഇനി മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നത്, എങ്ങനെയെങ്കിലും മക്കളെ പഠിക്കും. കാലിസ്മോനിൽ 1, 2, 3 വർഷത്തോളം ഈ സഹോദരി നിയോഗം വെച്ച് തന്നെ പ്രാർത്ഥിച്ചു. കാര്യങ്ങളൊന്നും നടന്നില്ല. പറമ്പ് വിൽക്കാനും പറ്റില്ല. പിന്നെ സഹോദരനെ കണ്ടുമില്ല കുറേ നാളത്തേക്ക്. ഈ സഹോദരി ഇതുപോലെ പ്രാർത്ഥിച്ചിട്ടും കാര്യങ്ങളൊന്നും നടന്നില്ല. പിന്നെ വീട്ടുകാരും നാട്ടുകാരും സഹായിച്ചും ലോണൊക്കെ കിട്ടി. മക്കളുടെ 3 പേരുടെയും പഠനം അങ്ങനെ ഇങ്ങനെയൊക്കെ പൂർത്തിയാക്കി. പലരുടെയും കൈ നീട്ടി, പലരും സഹായിച്ചൊക്കെ. അപ്പം അന്ന് എന്തോ 40,000 45,000 രൂപയ്ക്കാണെങ്കിൽ 1 സെൻറ്റ് സ്ഥലം കൊടുത്ത് 1 സെൻറ്റ് സ്ഥലത്തിന് വിലയിട്ട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ്. 60 പറഞ്ഞത്. ഈ സഹോദരൻ അച്ഛൻ 50 കിട്ടിയാലും ഞാൻ കൊടുക്കാൻ തയ്യാറാണ്, അച്ഛൻ പ്രാർത്ഥിക്കുന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. കുറച്ച് നാൾ കണ്ടില്ല. കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ സഹോദരി ഈ കഴിഞ്ഞ വർഷമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ സഹോദരി പറഞ്ഞു, അച്ഛോ
അച്ഛന് എന്നെ ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല. കുറേ നാളുകൾ പറമ്പ് വിൽക്കാൻ വേണ്ടി ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പല ശനിയാഴ്ചകളിലും വന്ന് അച്ഛൻ്റെ മുമ്പ് മുട്ടുകുത്തിയിട്ട് അച്ഛാ ഈ പറമ്പ് വിൽക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. BSc നഴ്സിങ്ങിന് 2 പേര് പഠിക്കുന്നു. അന്ന് ഒരാൾ BSc നഴ്സിംഗ് പഠനം തുടങ്ങിയിട്ടില്ലായിരുന്നു. ഇവരൊക്കെ പഠിപ്പിക്കാനായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എങ്ങനെയെങ്കിലും പറമ്പ് വിൽക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് നടന്നില്ല അച്ഛോ. പക്ഷെ അതൊക്കെ പലരുടെ സഹായത്തിൽ അതൊക്കെ നടന്നു. 3 പേരും പഠിച്ചപ്പോൾ തീർന്നു. 2 പേര് ജോലിയിലായി, 3-ാമത്തെ ആൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛനറിയാവോ, ഇതെല്ലാം കഴിഞ്ഞ് ഈ 3 വർഷക്കാലം വിൽക്കാതെ കിടന്നെങ്കിൽ ഈ അടുത്ത കാലത്താണ് അതിൻ്റെ വിൽപ്പന നടക്കുന്നത്. അതിനു മുമ്പ് ഒരു സംഭവം ഉണ്ടായച്ചോ. കാട് പോലെ കടന്നിരുന്ന ദേശത്തിൻ്റെ സൈഡിലൂടെയാണ് ഒരു ബൈപ്പാസ് റോഡ് അങ്ങോട്ട് പോയത്. ഈ ബൈപ്പാസ് റോഡ് അങ്ങോട്ട് പോയപ്പോൾ ഇവരുടെ സ്ഥലത്തിൻ്റെ തൊട്ട് സൈഡിൽ കൂടിയാണ് ഈ ബൈപ്പാസ് റോഡ് പോകുന്നത്. സംഭവിച്ചെന്നാന്നുള്ളത് 40,000 50,000 രൂപയ്ക്ക് കൊടുക്കാമെന്ന് അന്ന് തീരുമാനിപ്പിച്ചുറപ്പിച്ചിട്ട് നടക്കാതെ പോയത്, സ്വന്തം ആഗ്രഹം നടക്കാതെ പോയപ്പോൾ ദൈവം എന്താണ് അനുവദിച്ചതെന്നറിയാവോ? 1 സെന്റിന് 4 ലക്ഷം രൂപയിലധികത്തിനാണ് ഈ 60 സെന്റ് സ്ഥലവും ചെറിയ ഉണ്ടായിരുന്ന വീടും വിൽക്കുന്നത്. കൂട്ടി നോക്ക് എത്ര കോടി രൂപ കൈ വന്നിട്ടുണ്ടെന്ന്. ചില പറഞ്ഞാണ് അച്ഛോ മക്കളെ കെട്ടിക്കാനുള്ള കാശ് ഒരു അക്കൗണ്ടിലുണ്ട്. ഞങ്ങളൊരു ഫ്ലാറ്റ് എടുത്ത് അങ്ങോട്ട് മാറി, അവിടെ നിന്ന് അങ്ങോട്ട് വിറ്റിട്ട്. അന്ന് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് കർത്താവെ തന്നില്ലല്ലോ എന്നുള്ള പരാതിയും പരിഭവമായിരുന്നു എനിക്ക് 3 മക്കൾ, ഇവരുടെ കാര്യം എങ്ങനെ നോക്കും, അന്നുള്ള ഭക്ഷണത്തിൻ്റെ കാര്യം എങ്ങനെ നോക്കും, ഇത്രയും വിൽക്കാനാകിച്ചിട്ട് ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇതൊന്നും നടക്കുന്നില്ലല്ലോ എന്നുള്ള പരാതി അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം അന്ന് എൻ്റെ ആഗ്രഹം അനുവദിക്കാതിരുന്നതും ഇന്ന് അനുവദിച്ചതും ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നു. അന്ന് ദൈവം ആ മകൾ ആഗ്രഹിച്ചതുപോലെ ദൈവം അന്ന് നിറവേറ്റി കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ 3 മക്കളെയും കൊണ്ട് തെണ്ടി നടക്കേണ്ട വന്നേനെ. കാരണം അത് വിറ്റ് പറക്കി എവിടെയെങ്കിലും വാടക വീട്ടിൽ പോയി താമസിക്കും, പിന്നെ വാടക കൊടുക്കാൻ പറ്റിയല്ല, പിള്ളേർ പഠിപ്പിക്കണം, വീണ്ടും കടമെടുക്കും, ലോൺ എടുക്കും, പിന്നെ അവസാനം ലോൺ അടച്ചു വീട്ടാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെ പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ട അവസ്ഥ വന്നേനെ. അപ്പൊ ദൈവം പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത്. പക്ഷെ ദൈവം അനുവദിക്കുന്നതിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണോ എന്നുള്ളതാണ് പ്രശ്നം. ഈ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത് നോക്കിയേ, പൗലോസ്ലീഹ 3 പ്രാവശ്യം തൻ്റെ ശരീരത്തിലുള്ള മുള്ളു മാറ്റാൻ വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. പൗലോസ്ലീഹയുടെ ആഗ്രഹമല്ല ഇവിടെ നടന്നേ. ദൈവം കൃപ അനുവദിച്ചു. നിനക്ക് എന്നെ കൃപ മതി, ആ പ്രശ്നം ഇവിടെ ഇരുന്നോട്ടെന്നേ. പലപ്പോഴും രോഗം മാറണമെന്ന് നിർബന്ധമൊന്നുമില്ല, പലപ്പോഴും സാമ്പത്തിക പ്രശ്നങ്ങൾ മാറണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ ഇപ്പോൾ ഞാനും നിങ്ങളും കടന്നു പോകുന്ന ജീവിത പ്രശ്നങ്ങൾ മാറണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നമ്മൾ ആഗ്രഹിച്ചതിനപ്പുറമായ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കും. അതാണ്, അത് സ്വീകരിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാണോ എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുന്നത്. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കും ചിലതൊക്കെ, അച്ഛോ ഞാൻ ഒത്തിരി വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു, എൻ്റെ കണ്ണുകൾ വിശുദ്ധമായി സൂക്ഷിക്കാൻ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ച് ഞാൻ കുമ്പസാരത്തിലൊക്കെ അതൊക്കെ ഏറ്റുപറഞ്ഞ് നല്ല വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുമ്പോൾ പുറത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ എൻ്റെ കണ്ണുകളുടെ വിശുദ്ധി കളയുന്ന കാര്യങ്ങളാണ് കാണുന്നത്. കമ്പ്യൂട്ടറിൽ കയറും അവിടെ അത്, മൊബൈൽ എടുത്താൽ അത്, കൂട്ടുകാരുടെ അടുത്ത് പോലെ അത്, TV ഓണാക്കിയാൽ അത്, അങ്ങനെ നഷ്ടപ്പെട്ടു പോകാറുണ്ട് ആഗ്രഹിക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടോ. അപ്പോൾ നമ്മൾ വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ദൈവം എന്താ അനുവദിക്കുന്നത്? ശരിക്കും പ്രലോഭനങ്ങൾ അനുവദിക്കുന്നത്. അത് മനസ്സിലാക്കാൻ പറ്റണം. എന്തിനാ ദൈവം പ്രലോഭനങ്ങൾ അനുവദിക്കുന്നത്? വിശുദ്ധ ജീവിതം നയിക്കാൻ. അപ്പൊ ഞാൻ ആഗ്രഹിച്ചത് വിശുദ്ധിയാണെങ്കിൽ ദൈവം അനുവദിക്കുന്ന പ്രലോഭനമായിരിക്കാം. എങ്കിലേ എനിക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റൂ. ചിലരുണ്ട് അച്ഛോ എനിക്ക് പ്രാർത്ഥനയിൽ വളരണം, പ്രാർത്ഥനയിൽ വളരണം, ആത്മീയതയിൽ വളരണം ആഗ്രഹമുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ദൈവം എന്താ അനുവദിക്കുന്നത്? ദൈവം സഹനം അനുവദിക്കും, വേദനകൾ അനുഭവിക്കും. ഈ വേദനകൾ അനുഭവിക്കുമ്പോൾ നീ കൂടുതൽ പ്രാർത്ഥിക്കും കണ്ടോ. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അയ്യോ അച്ഛോ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ സഹനം ഉണ്ടായേ, പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞ് പരാതിപ്പെടുന്നവരുണ്ട്, പ്രാർത്ഥന നിർത്തുന്നവരുണ്ട്. നീ എന്താ ആഗ്രഹിച്ചേ? നീ ആഗ്രഹിച്ചു പ്രാർത്ഥനയിൽ വളരാനാ. ദൈവം എന്താ അനുവദിച്ച്? സഹനം അനുഭവിച്ചു, ദുരിതം അനുഭവിച്ചു, ദുഃഖം അനുഭവിച്ചു. അതിലൂടെ നീ പ്രാർത്ഥനയിൽ വളരാൻ സ്വർഗം നിനക്ക് അവസരം തന്നതാ. വിശ്വാസത്തിൽ വളരാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കുമ്പോൾ കർത്താവ് ചില തടസ്സങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കും. ചെങ്കടൽ പോലെ നിൽക്കുന്ന ചില അവസ്ഥകൾ, അനുഭവങ്ങൾ കൊണ്ടുവരുന്നത് ആ ജനം വിശ്വാസത്തിൽ വളരാൻ വേണ്ടിയിട്ടായിരുന്നു.
അപ്പോൾ ഞാൻ വിശ്വാസത്തിൽ വളരാൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ വിശ്വാസം വളർത്തണമേ, എനിക്ക് വിശ്വാസത്തിൽ വളരണം എന്നൊക്കെ തമ്പുരാൻ ചില സഹനങ്ങളും ചില തടസ്സങ്ങളും മുമ്പിൽ വെക്കുമ്പോൾ അതെന്നെ വിശ്വാസത്തിൽ വളർത്താൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് തിരിച്ചറിയാൻ പറ്റണം. കാരണം ഞാൻ ആഗ്രഹിച്ചത് വിശ്വാസത്തിൽ വളരാൻ ആഗ്രഹിച്ചാണ് ദൈവം വിശ്വാസത്തിൽ വളരാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് വേണ്ടി അനുവദിച്ചു. ഈ ഒരു ആത്മീയ രഹസ്യമാണ് പ്രിയപ്പെട്ടവർ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ആഗ്രഹിച്ചിട്ടും ഇത്രമാത്രം ആഗ്രഹിച്ചിട്ട് കർത്താവ് നടക്കുന്നില്ലല്ലോ എന്ന് ഓർത്ത് ഭാരപ്പെടേണ്ട കാര്യമില്ല. ദൈവം നമുക്ക് വേണ്ടി അനുവദിക്കുന്നതിനെ ഇപ്പോൾ സ്വീകരിക്കുക, പക്ഷെ കർത്താവിനോട് ചേർന്നിരിക്കുക. ദൈവത്തിൻ്റെ വഴികളിൽ നിന്നും വ്യതിചലിക്കരുത്, വിശുദ്ധ ജീവിതത്തിൽ വ്യതിചലിക്കരുത്. ഇതൊക്കെ കാണുമ്പോൾ, സഹനം കാണുമ്പോൾ, തടസ്സം കാണുമ്പോൾ, പ്രശ്നം കാണുമ്പോൾ കാരണം ഇത് ദൈവസ്നേഹത്തിൽ വളർത്താൻ വേണ്ടി സ്വർഗം തന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് കർത്താവെ അങ്ങ് അനുവദിക്കുന്നവയെ സ്നേഹിക്കാൻ, സ്വീകരിക്കാൻ, എൻ്റെ ആഗ്രഹങ്ങൾക്കപ്പുറമായി ദൈവം അനുവദിക്കുന്നവയെ സ്നേഹിക്കുവാനുള്ള ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തിൽ അങ്ങോട്ട് സ്വീകരിച്ചതും ഏറ്റെടുത്തതൊക്കെ ദൈവം അനുവദിച്ചതാണ്. അതുപോലെ ആ ഒരു അഭിഷേകം നമ്മുടെ ജീവിതത്തിലും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തുറന്നു വരുന്ന ആരാധന നിമിഷങ്ങളിൽ നമ്മളിപ്പോൾ കടന്നു പോകുന്ന നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ചേർത്ത് വെച്ച് അത് കർത്താവിൽ സമർപ്പിച്ച് കർത്താവ് അനുവദിക്കുന്നതിനെ സ്വീകരിക്കുവാനുള്ള ഒരു കൃപയ്ക്കും ധൈര്യത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ അതിന് സഹായിക്കട്ടെ. ആമേൻ. അന്ത്യനും നീ മാത്രമേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തമ്പുരാൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് ഈ അൾത്താരയിൽ അപ്പത്തോളം ചെറുതായി എഴുന്നള്ളിയിരിക്കുന്ന ഈശോ, നിങ്ങളെവിടെയാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും ഈശോയിലേക്ക് നോക്കാം. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയവരൊക്കെ പ്രകാശിതരായി എന്ന് വചനം പഠിപ്പിക്കുക. ഒരുപക്ഷെ ഒത്തിരിയേറെ മാനസിക സംഘർഷങ്ങളും വ്യതകളും അസ്വസ്ഥതകളും ഒക്കെ കടന്നു പോകുന്നുണ്ടാകാം. ഒത്തിരിയേറെ കാര്യങ്ങൾക്ക് വേണ്ടി നീ ആഗ്രഹിച്ചിട്ടുണ്ടാകാം, പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. കഴിഞ്ഞ നാളുകളിലൊക്കെ പ്രാർത്ഥിച്ച് മടുത്ത വ്യക്തിയാകാം നീ. ഞാൻ ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നത്, ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്ന മകനോ മകളോ ആകാം. എന്തുമായിക്കൊള്ളട്ടെ, വചനത്തിൽ നമ്മൾ കേട്ടില്ലേ, പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതല്ല ദൈവം അനുവദിക്കുന്നത്. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല ദൈവം തൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത്. ദൈവത്തിന് ദൈവത്തിൻ്റെതായ വഴികളുണ്ട്, ദൈവത്തിന് ദൈവത്തിൻ്റെതായ മാനദണ്ഡങ്ങളുണ്ട്, ദൈവത്തിന് ദൈവത്തിൻ്റെതായ പദ്ധതികളുണ്ട്. പക്ഷെ വചനം പറയുന്നു, എനിക്ക് നിന്നെക്കുറിച്ചുള്ള പദ്ധതി അത് ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. അതൊരു നിമിഷം വിശ്വസിക്കാം. ഒരു പക്ഷെ ഒത്തിരി പ്രാർത്ഥിച്ച് ലഭിക്കാത്തതിൻ്റെ പേരിൽ മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്ന മകനോ മകളോ ആയിക്കൊള്ളട്ടെ, ഈ നിമിഷം വിശ്വസിക്കുക, ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി അത് വളരെ കൃത്യമായത് എൻ്റെ ക്ഷേമത്തിന് വേണ്ടി, എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ആത്മാവ് പ്രേരിപ്പിക്കുന്നത് പോലെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ ജനത്തോട് ചേർന്ന് കർത്താവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, ഈ മക്കളുടെ ആഗ്രഹങ്ങളിലേക്ക്, ഇവരുടെ പ്രതീക്ഷകളിലേക്ക്, ഇവരുടെ സ്വപ്നങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ ഇറങ്ങി ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഒത്തിരി നാളുകളായി ഇവർ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിയോഗങ്ങളിലേക്ക് കർത്താവെ അങ്ങ് അനുഗ്രഹിക്കുന്ന രീതിയിലുള്ള അനുഗ്രഹങ്ങൾ കർത്താവ് ഇപ്പോൾ തന്നെ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാൻ ഭാരപ്പെടുന്ന മക്കളിലേക്ക് അവിടുത്തെ കരുണ ഒഴുകട്ടെ. പ്രാർത്ഥിച്ച് മടുത്ത് മരവിച്ചു പോയ ജീവിതങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ പ്രത്യാശയുടെ കിരണങ്ങൾ അങ്ങ് വീശണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിൽ നിരാശയും ആകുലതയും കടന്നുകൂടിയിട്ട് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ മനസ്സ് കഠിനമായി പോയ മക്കളെ
മക്കളെ പരിശുദ്ധാത്മാവെ ഇപ്പോൾ തന്നെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവികാരുടെ നാഥൻ്റെ ശക്തിയും സാന്നിധ്യവും ഇപ്പോൾ തന്നെ ആ മക്കളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ സ്തുതി. കരങ്ങൾ രണ്ട് മാറോട് ചേർത്ത് പിടിക്കാം. കണ്ണു തുറന്ന് ഈശോയെ നോക്കാം. ഈശോയുടെ അടുത്ത് പറയാം, ഈശോയെ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ആഗ്രഹിച്ചു, പലതും അങ്ങ് ജീവിതത്തിൽ അനുവദിച്ചില്ല. അതൊക്കെ എൻ്റെ ഭാവിയെ നന്മയെ കരുതിയാണെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നലകളിൽ കുറേ കാര്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ചിലതൊക്കെ അങ്ങ് നിഷേധിച്ചു, ചിലതൊക്കെ അനുവദിച്ചു. നിഷേധിക്കപ്പെട്ടതൊക്കെ ഉപരി നന്മയ്ക്കായിരുന്നുവെന്ന് തിരിച്ചറിയുവാനുള്ള ജ്ഞാനം നൽകിയതിന് നന്ദി പറയുക. ഇന്ന് ചിലതൊക്കെ കർത്താവ് നിഷേധിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചിലതൊക്കെ നിൻ്റെ ജീവിതത്തിനോട് വേണ്ട എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചിലതിൻ്റെ മേഖലകളിലൊക്കെ തടസ്സങ്ങൾ നീ നേരിടുന്നുണ്ടെങ്കിൽ ഭാരപ്പെടേണ്ട. ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി, അതിനപ്പുറമായി നിൽക്കുന്ന ഒരു ഉപരി നന്മ നിൻ്റെ ജീവിതത്തിൽ അനുവദിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് വിശ്വസിച്ചൊന്ന് ഏറ്റെടുത്ത്. ഈശോ ചിലതൊക്കെ മുന്നിൽ കണ്ടിട്ടാ ചിലതൊക്കെ വെട്ടിമാറ്റുന്നത്. ചില നിനക്ക് അനുഗ്രഹമെന്ന് നീ കരുതിയ ചില ഇന്നലകളിൽ ചില അനുഗ്രഹങ്ങൾ നിൻ്റെ ജീവിതത്തിൽ നിന്നും തെന്നിമാറിപ്പോയിട്ടുണ്ടെങ്കിൽ, ചിലതൊക്കെ തടസ്സപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ചിലത് കർത്താവ് വെട്ടിമാറ്റിയിട്ടുണ്ടെങ്കിൽ, മകനെ മകളെ വിശ്വസിക്ക്. ഉപരി നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് വെട്ടിയൊരുക്കുന്നത്. ആ വേദനകളും ആ സഹനങ്ങളും അതോർത്ത് ഭാരപ്പെടാതെ, അതോർത്ത് വിഷമിക്കാതെ അതെല്ലാം ദൈവസന്നിധിയിലേക്ക് ഇറക്കി വെച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, എൻ്റെ ആഗ്രഹങ്ങൾക്കപ്പുറമായി അങ്ങ് അനുവദിക്കുന്നത് സ്വീകരിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങ് എന്ത് എൻ്റെ ജീവിതത്തിൽ അനുവദിച്ചാലും അത് നന്മയോ തിന്മയോ എന്ന് എനിക്ക് കരുതുന്ന എന്തുമായിക്കൊള്ളട്ടെ, ഈശോയെ എല്ലാം അങ്ങ് നന്മയ്ക്കായി മാറ്റുന്നവനാണെന്ന് വചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് വിശ്വസിക്കാനും അങ്ങ് എൻ്റെ ജീവിതത്തിൽ എല്ലാം നന്മയ്ക്കായിട്ട് മാത്രമേ മാറ്റൂ എന്ന് ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുവാനും കർത്താവെ ഇപ്പോൾ തന്നെ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. മനസ്സ് വിഷമിച്ചിരിക്കുന്ന എല്ലാ മക്കളിലേക്കും പരിശുദ്ധാത്മാവെ ഇപ്പോൾ കടന്നു ചെല്ലണമേ, വിശുദ്ധീകരിക്കണമേ, അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്ന തടസ്സങ്ങൾ കൊണ്ട് മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്ന, ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും മാറാതെ നിൽക്കുന്ന ചില തടസ്സങ്ങൾ, ഒത്തിരി ആഗ്രഹിച്ചിട്ടും മുന്നോട്ട് പോകാൻ പറ്റാതെ നിൽക്കുന്ന ചില ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ നിന്നുകൊണ്ട് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലും പരിശുദ്ധാത്മാവെ ഇപ്പോൾ അവിടുത്തെ കരുണ വർഷിക്കണമേ, അവിടുത്തെ സ്നേഹം ചൊരിയണമേ. ഉപരി നന്മയ്ക്ക് വേണ്ടി കർത്താവ് ചിലതൊക്കെ എൻ്റെ ജീവിതത്തിൽ എടുത്തു മാറ്റുന്നു എന്നുള്ള ആത്മീയ ജ്ഞാനം നൽകണമേ. അതുപോലും ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണെന്ന് വിശ്വസിക്കാനുള്ള കരുത്ത് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. ഹൃദയം കൊണ്ട് കർത്താവിന് നന്ദി പറയട്ടെ, ഹൃദയം കൊണ്ട് മധുരം കൊണ്ട് ദൈവത്തെ ആരാധിക്കട്ടെ. നീ എവിടെയാണെങ്കിലും ഇപ്പോൾ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട്, ഈശോയെ ഞാൻ നിന്നെ ആരാധിക്കുന്നു, ഈശോയെ ഞാൻ നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്ന് വരെ അനുവദിച്ച എല്ലാ നന്മകൾക്ക് കർത്താവെ നന്ദി പറയുന്നു. ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ തിന്മയെന്ന് കരുതി എൻ്റെ ജീവിതത്തിലൂടെ കടന്നു വന്ന എല്ലാ വേദനകൾക്കും കർത്താവെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അത് ഉപരി നന്മയ്ക്കായിട്ട് എൻ്റെ ആത്മീയ ബലത്തിന് വേണ്ടി അങ്ങ് അനുവദിച്ചതാണെന്ന് തിരിച്ചറിയുവാനുള്ള ജ്ഞാനം തന്നതിന് പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ. കരങ്ങൾക്ക് ഊപ്പാൻ ശിരസ് നമിക്കാം. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മളിലേക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളിൽ ഓരോ വ്യക്തികളിലേക്കും ഇപ്പോൾ തന്നെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ഈ ശുശ്രൂഷയിലില്ലെങ്കിൽ അവരൊക്കെ ആത്മാവിൽ കണ്ട് അവരെ കൂടി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ